ആരെയാണേ എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. അപ്പൊ അതെവിടെയാണെന്ന് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പൊ അത്യാവശ്യം നല്ല ഒരു മഴക്കാറൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു 6, 6:15, 6:30 ആ ഒരു ടൈം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ടാണ് പോണത്. ഞാനും ഒക്കെയും കൂടിയാണ് പോണത്. രാത്രി പുറത്ത് കൊണ്ടുവന്ന് വണ്ടി വെച്ചാലേ വണ്ടിയിൽ കിടന്ന് പൂച്ചയൊക്കെ കയറിയിട്ട് സീറ്റും സംഭവങ്ങളൊക്കെ ഒന്ന് കീറൽ പതിവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കണത്. അപ്പൊ ഞാൻ ഗേറ്റ് ഒക്കെ തുറന്നു കൊടുക്കട്ടെ. വണ്ടി ഇറക്കാൻ ഇക്ക വരുന്നുണ്ട്. അപ്പൊ ഇക്ക പറയുന്നുണ്ട്, എന്നെ വീഡിയോയിൽ എടുക്കല്ലേ. എന്താ എൽദോ നിന്നെ സിനിമയിൽ എടുത്തു എന്ന് പറഞ്ഞ പോലെ. ഇക്കൊക്കെ അങ്ങനെ വീഡിയോയിലൊന്നും വരാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇക്ക വണ്ടിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോണത് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മളൊരു ടെസ്റ്റ് ഉണ്ട്, അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. തൈറോയിഡ് സംഭവങ്ങളൊക്കെ റൊട്ടീൻ ചെക്കപ്പ് ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് നേരെ പാലാസ് റോഡ്, കൊച്ചിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പാലാസ് റോഡ്. കാണാത്തവർക്ക് കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ പാലാസ് റോഡിന്റെ റോഡ്. ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഇവിടെ എപ്പോഴും ഒരുപാട് പ്രാവുകൾ ഉണ്ടാവും. അതിന് ഭക്ഷണം കൊടുക്കാൻ ഒത്തിരി ആളുകളും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുവാണ്. ഇപ്പോഴും നേരെ ഇങ്ങനെ വെട്ടം വെച്ച് വരുന്നേ ഉള്ളൂ. ഈ അന്തരീക്ഷത്തിലെ യാത്ര ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇങ്ങനെ പോയിട്ടുള്ളവരും ഇഷ്ടമുള്ളവരും കമന്റ് ചെയ്യണേ. അപ്പോൾ നേരെ വന്നത് ചെള്ളായി ഭാഗത്താണ്. ചെള്ളായിൽ നമ്മുടെ ചെട്ടികളുടെ ഒരു ഏരിയ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള ഈ ഒരു ഹോട്ടലിൽ പ്രത്യേക ടേസ്റ്റിലുള്ള ഉഴുന്നുവട, ബോണ്ട അതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് ഇക്ക പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് കടി വാങ്ങിക്കാം, രാവിലെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചു. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതൊക്കെ വാങ്ങിച്ചു. വീട്ടിൽ വന്ന് നല്ല കട്ടൻ ചായയൊക്കെ ഇട്ട് ഞങ്ങൾ എല്ലാവരും കൂടി, ഇക്കയും മക്കളും ഉമ്മയും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം പക്ഷെ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അംഗപ്പുറപ്പാടം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ വാ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അടുക്കളയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എല്ലാം എടുത്തു വെക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് പ്രിപ്പറേഷനും ഒക്കെ. ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് കുറച്ച് നാളായി. അപ്പോൾ എന്നോട് ഒരു ദിവസം ഞങ്ങളുടെ ഗ്രൂപ്പിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. പണ്ട് ഹസ്ബൻഡ് ഉള്ള സമയത്ത് സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്തു വെക്കാനായിട്ട് മടിയായിരുന്നു അത്രേ. അതിപ്പോൾ നോർമലി നമുക്ക് എല്ലാവർക്കും കുറച്ച് കഴിയുമ്പോൾ എടുത്തു വെക്കാമെന്നും പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കില്ലേ. പക്ഷെ ഇപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത്, എന്താ പറയുക, ഇപ്പോൾ ആ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എന്തോരം കഷ്ടപ്പാടുണ്ട്. അതായത് നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മൾ നോക്കുന്നവരൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വരുമ്പോൾ നമുക്ക് അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. പക്ഷെ അവരില്ലാതായി കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്ത് അതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കഷ്ടപ്പാടില്ലേ, എന്നും അതിനുശേഷം എൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരു പിടച്ചിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഉള്ളപ്പോൾ നമുക്ക് ഒന്നിനുള്ള ഒരു വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക, എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര ഒരു പ്രയാസം പോലെ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടാണ്. പുട്ടിൻ്റെ കൂടെ മുട്ടക്കറിയാണ്. മുട്ടക്കറി വെക്കുന്ന സമയത്ത് 2 പേർക്ക് പുഴുങ്ങിയത് വേണം, 2 പേർക്ക് ഉടച്ചിട്ടത് വേണം, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഓൾറെഡി ഒരു മുട്ട ഈ ഒരു ഗ്രേവിയിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതൊന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് പുഴുങ്ങിയിട്ടുള്ള നമ്മുടെ മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയുള്ള മുട്ടക്കറിയാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് മുട്ടയൊക്കെ പുഴുങ്ങിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അവിടെ നിന്നിട്ട് ഒന്ന് സെറ്റായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ കുക്കർ പണിയുന്ന ദിവസമാണ് ഇന്ന്. അതായത് ആദ്യം ഒരു കണയൊക്കെ പുട്ടുണ്ടാക്കി എടുത്തപ്പോഴേക്കും, അതായത് നമ്മുടെ കുക്കർ കേട്ടോ, കുക്കറിൽ വെച്ചിട്ടുള്ള ഈ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കി എടുത്തപ്പോഴേക്കും പിന്നെ ആ എല്ലാ സൈഡിലൂടെയും കുക്കറിൻ്റെ ആവി പോയിട്ട് വരാൻ പറ്റാണ്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടി. മര്യാദക്ക് എനിക്ക് പുട്ടുകണ വെച്ചിട്ട് പുട്ടുണ്ടാക്കിയാൽ മതി, വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗിയിൽ ഇരുന്നോട്ടെ. പിന്നെ അതുമല്ല, നമ്മൾ ഈ ഒരു പുട്ടുണ്ടാക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി കുറച്ചേ കഴിക്കുകയുള്ളൂ. എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പുട്ടുകണ കുത്തി വയ്ക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോഴും അറിയില്ല. പക്ഷേ ഈ ഒരു ചിരട്ടപ്പുട്ടാകുമ്പോൾ ഒരെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണത്തിൻ്റെ മുക്കാഭാഗം അതിലൊക്കെ നമ്മൾ നിർത്തും. അപ്പോൾ അതുകൊണ്ട് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. പക്ഷെ നല്ല പണി കിട്ടി. ഒടുക്കം പിന്നെ പുട്ടുകണ ഉപയോഗിച്ച് പുട്ടുണ്ടാക്കി കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ പുട്ടുണ്ടാക്കുന്നതല്ലേ, മുട്ടക്കറിയല്ലേ, പപ്പടം ഇല്ലാണ്ട് എന്തിനു കൊള്ളാം എന്നുള്ള രീതിയിലായപ്പോഴേക്കും 3-4 പപ്പടം കൂടി ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടായി, ഉടച്ചൊഴിച്ച മുട്ടക്കറിയായി, പുഴുങ്ങിയിട്ട മുട്ടക്കറിയായി. രണ്ടും ഒരു കറിയാണ്, എന്നാലും ഇരിക്കട്ടെ, ഒരു തള്ളിൽ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ പോലെ.
അപ്പോൾ അതുകൂടി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സൈഡിൽ പുട്ടിൻ്റെ കൂടെ 2 പപ്പടവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇനി ഒരു അത്യാവശ്യം മധുരത്തിലൊരു കട്ടൻ ചായയും കൂടി ആയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇനി പുട്ടും പപ്പടവും മുട്ടക്കറിയൊക്കെ കൂടി ഭക്ഷണം കഴിക്കട്ടെ. ഇന്ന് രാവിലെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾ എവിടെ നിന്നിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അടുത്ത പണി ഉടനെ എന്ന് പറഞ്ഞതുപോലെ നമുക്കിന്ന് കുറച്ച് അധികം ഹെന്ന പേസ്റ്റിൻ്റെ ഓർഡർ ഉണ്ട്. നോർമലി ആളുകൾക്കും കൊടുക്കാനുണ്ട്. കൂടാതെ ഇത് നമുക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കുട്ടി ഒരു 6 എണ്ണം ഒരുമിച്ച് എനിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്ത് വെച്ച് ആ കുട്ടിക്കുള്ളത് ഞാൻ റെഡിയാക്കുവാണേ. അപ്പോൾ ഈ കുട്ടി നമ്മുടെ കയ്യിൽ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഗൾഫിലേക്ക് പോകുമ്പോൾ ഇതുപോലെ 5-6 എണ്ണമൊക്കെ കൊണ്ടുപോകും. ഫ്രീസറിൽ സെറ്റ് ചെയ്യാം. ഒരു 8 മാസം വരെയൊക്കെ ഫ്രീസറിൽ കേടുകൂടാതെ ഇരിക്കുന്നതാണ്. പിന്നെ ഇനി ആരെങ്കിലുമൊക്കെ പോകുന്ന ടൈമിൽ വീണ്ടും നമ്മുടെ അടുത്ത് ഓർഡർ ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ഈ കുട്ടി കൊണ്ടുപോകുന്നത്. എന്താ പറയുക, ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഇത് ആ കുട്ടിക്ക്. അവരുടെ ഫാമിലി മുഴുവനും ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെന്ന പേസ്റ്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ളതാണ്. കാരണം തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ കയ്യിലും മേത്തും ഒക്കെ മൈലാഞ്ചി ആയിക്കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു ക്ലോത്തിൻ്റെ മുകളിലൊക്കെ വെച്ചു. ഇത് നമ്മുടെ സെറ്റിയാണേ. അപ്പോൾ വെച്ച് ചെയ്തപ്പോഴേക്കും സെറ്റിയിലൊക്കെ മൊത്തമായി. പിന്നെ ഇരട്ടി പണി എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ കഴുകാനും പിടിക്കാനും ഒക്കെ ആയി. ഇനി ഹെന്ന പേസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് പറയാം. നിറച്ച മുടി കറുപ്പിക്കാനായിട്ട് ഇടാറുണ്ട്. എന്നിട്ട് നമ്മുടെ തന്നെ നീലാമ്പരിയും കൊണ്ടുപോയിട്ട് അത് യൂസ് ആക്കാറുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഇതൊന്നിനുമല്ല, മൈലാഞ്ചി നിങ്ങൾ മാസത്തിൽ 2 തവണ ഹെയറിൽ അപ്ലൈ ചെയ്തു നിങ്ങളുടെ മുടിയുടെ എന്ത് തരം പ്രശ്നങ്ങളുണ്ടെങ്കിലും മാറി കിട്ടുന്നതാണ്. നല്ല കരുത്തുള്ള മുടിയും സിൽക്കി ആർന്ന മുടിയും പിന്നെ നിര വരുന്നത് തടയാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഹെന്ന പേസ്റ്റ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പൊടിയായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, ഹെന്ന പേസ്റ്റ് ആയിട്ടും സെയിൽ ചെയ്യുന്നുണ്ട്. ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഹെന്ന പേസ്റ്റ്. ഇതാകുമ്പോൾ ഫ്രീസറിൽ വെക്കുക, രാത്രി വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക. ഇപ്പോൾ രാത്രി നിങ്ങളെടുത്ത് പുറത്തേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ റൂം ടെമ്പറേച്ചറിൽ ഇതായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേഗം ഇതിൽ തലയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോഴേ നമ്മുടെ ആമസോണിൽ ഇപ്പോൾ ഒന്ന് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാങ്ങിച്ചാൽ നമുക്ക് ഒരുപാട് വാങ്ങിക്കാം. പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒത്തിരി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരുത്. ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണേ. നല്ല പ്രൊഡക്റ്റുകൾ മാത്രമേ പരിചയപ്പെടുത്തരാറുള്ളൂ. അപ്പോൾ പൈസ കുറച്ചുണ്ടാവും, പക്ഷെ അത് കുഴപ്പമില്ല. ഈ സമയത്തൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല രീതിയിൽ ഓഫറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ വൈറ്റമിൻ സിയുടെ ഒരു 0 ആണ് കേട്ടോ. പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സിറമാണ്. വൈറ്റമിൻ സി വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിനും ഫേസിനും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് ഒരിത്തിരി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരാനും ഈവൻ ടോൺ ആയിട്ട് വരാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സിറമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സിറം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിറം. അപ്പോൾ ഇത് വാങ്ങിക്കാനായിട്ട് ഇതിന് റേറ്റ് പറയുന്നത് ഇതിന് റേറ്റും സംഭവങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് പറയുന്നത് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ റിയൽ മേക്കപ്പ് ബേസ് ആണ്. എന്താ സ്വിസ് ബ്യൂട്ടിയുടെ റിയൽ മേക്കപ്പ് ബേസ്. ഇതിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നല്ല തിളക്കമുള്ളതായിട്ട് മാറും. ഇതാണ് ഞാനൊരു ഇത്തിരി കോളം എടുത്തിട്ടുള്ളൂ. ഇതിങ്ങനെ എടുത്തിട്ട് ഞാൻ നമ്മുടെ മൂക്കിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾ ഇതിൻ്റെ പ്രത്യേകത? എൻ്റെ മൂക്ക് കണ്ടോ? അപ്പോൾ നമുക്കിത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബേസ് ആണ്. അതായത് മേക്കപ്പിൻ്റെ ഒരു ബേസ്, റിയൽ മേക്കപ്പ് ബേസ്. അത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഭംഗി ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ് ഇത് വന്നേക്കണത് തന്നെ. അയ്യോ സോറി കണ്ടില്ലേ? അപ്പോൾ എന്താ പറയുക, മേക്കപ്പ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ വാങ്ങിയാൽ ഒരുപാട് വാങ്ങിക്കാം. ഇനി നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. അടുത്തതൊരു മേക്കപ്പ് ഫിക്സറാണ്. നമ്മൾ എനിക്കെന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്താലോ അല്ലെങ്കിൽ വെറുതെ വിയർത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ ചെയ്ത മേക്കപ്പ് ഫിക്സ് ആയിട്ട് മുഖത്തിരിക്കാനും ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്പ്രേ ആണ്. ഞാനിപ്പോൾ മേക്കപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ സ്പ്രേ ഒന്നും അടിച്ച് കാണിക്കില്ല. നല്ലൊരു സ്പ്രേ ആണ് കേട്ടോ. അപ്പോൾ ഇത്
അപ്പോൾ ഒരുപാട് വീഡിയോയിൽ ഒരുപാട് പേര് കാണിച്ചിട്ടുണ്ട്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ഒരു ക്രീം വേണം അല്ലേ? നമ്മുടെ ഫേസ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട്, ഒരുപാട് വൈറ്റ് ആവാനോ അല്ലെങ്കിൽ ഭയങ്കര സുന്ദരി ആവാനോ ഒന്നും ഞാൻ പറയില്ല. പക്ഷേ എന്നാലും നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കി വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ക്രീം. അടിപൊളിയായിട്ടുള്ള ഒരു ക്രീം. ഇത് വന്നിട്ട് ഇത് നമ്മുടെ പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആണ് കേട്ടോ. റൈസ് വാട്ടർ ക്രീമാണ് നാക്കുളുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, ഇത് ഞാൻ ഉപയോഗിച്ച് കഴിയാറായി. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഇത്തിരി എടുത്താൽ തന്നെ ഇത് കണ്ടോ, കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അബ്സോർബ് ആവും. ക്ലിയർ സ്കിന്നാകാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങിക്കാം കേട്ടോ. ഇത് നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ ലാക്മേയുടെ ലൂമി ലൈറ്റ് ക്രീമാണ്. ഇതെന്താ സ്കിൻ സ്റ്റൈലിഷ് കളക്ഷൻ. അപ്പോൾ ഇതൊരൊറ്റ സംഭവം മതി നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാടൊന്നും വേണ്ട, ഇത് കുറച്ചെടുക്കുക. നല്ലൊരു ഗ്ലോ ആയിട്ടുള്ള ഒരു സ്കിന്ന് കണ്ടോ. ഇത് നല്ലൊരു മോയ്സ്ചറൈസർ കം ഹൈലൈറ്റർ കൂടിയാണ് കേട്ടോ. കണ്ടോ, നല്ലൊരു ഗ്ലേസി ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ സ്കിന്നിന് വരുന്നത്. പെട്ടെന്ന് തന്നെ സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടൊക്കെ തോന്നിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സംഭവം. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാനുള്ള ലിങ്കും സംഭവങ്ങളൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്തോളൂ. ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെന്ന പേസ്റ്റ്, ഹെയർ ഓയിൽ, അതുപോലെ തന്നെ റോസ്മേരി വാട്ടർ, റോസ്മേരി ലീഫ്, ഇൻഡിഗോ, ഇതൊക്കെ വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നതാണ്. 100% ആയുർവേദിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. നമ്മുടെ ബാക്കി വന്നിട്ടുള്ള ഈ ഹെന്നയുടെ ഈ ഒരു പേസ്റ്റ് ഞാൻ മോളുടെ ഹെയറിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ബാക്കിയാണ്. ഇത് ഞാൻ എൻ്റെ തലയിലും കൂടെ അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ